ഒരു രസത്തിന് 2011 എന്താ ഇവർ പറഞ്ഞതെന്ന് വായിച്ചു നോക്കിയതാ. ഈ 2011 ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രകടന പത്രിക പറഞ്ഞ കാര്യം വെറുതെ എഴുതി വെച്ചേക്കാണെന്ന്. ഒരു ആ പ്രകടന പത്രിക ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഗൂഗിളിൽ കാണും. ഇപ്പം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഒന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ വെറുതെ അങ്ങ് പറയും. കർഷകർക്ക് പലിശരഹിത ലോൺ. ഏതെങ്കിലും കേരളത്തിലെ കർഷകർക്ക് പലിശരഹിത ലോൺ കിട്ടിയോ UDF ഭരണ കാലത്ത്? അടുത്തത് കാർഷിക ഇൻഷുറൻസ്. അതിന്റെ ഗഡു ആരടിക്കും? സർക്കാർ അടയ്ക്കും. സർക്കാർ അടച്ചിട്ട് ഒരു കാർഷിക ഇൻഷുറൻസ് ഏതെങ്കിലും കേരളത്തിലെ കർഷകന് കിട്ടിയായിരുന്നോ? പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത വരുത്തിയായിരുന്നോ കേരളത്തില്? അടുത്തത് വില ആര് നിർണ്ണയിക്കും? സർക്കാർ നിർണ്ണയിക്കും. നിർണ്ണയിച്ചായിരുന്നോ? അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. അടുത്തത് കേരളത്തിൽ റോഡുകളെല്ലാം ഹൈടെക് ആക്കിയായിരുന്നോ? കുടിവെള്ള പദ്ധതികൾ എല്ലാ വീട്ടിലും എത്തിച്ചായിരുന്നോ? പുതിയ പാലങ്ങൾ, ബൈപ്പാസുകൾ കേരളത്തിൽ മുഴുവൻ നിറയുമെന്നാ പറഞ്ഞത്. നിറഞ്ഞോ? കേരളത്തിൽ മുഴുവൻ 2011 തുടങ്ങി 16 വരെ വൈദ്യുതിക്ക് ഉൽപാദനം വർദ്ധിപ്പിച്ചോ? 2011 പറഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ പവർ കട്ട് ഉണ്ടായിരുന്നു 11-14 കാലത്ത്. സർക്കാർ സ്കൂളുകളുടെ നവീകരണം, ഹൈടെക് ക്ലാസ് റൂം ആക്കിയോ കേരളത്തിൽ 11 തുടങ്ങി 16 വരെ? 45,000 ക്ലാസ് റൂം ആക്കിയത് പിണറായി വിജയൻ സർക്കാരിന്റെ ആണ്. എല്ലാ ആശുപത്രികളും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തും. ശിവകുമാറിന്റെ മന്ത്രിയായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്തിയിട്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിനുശേഷം അടുത്ത എന്താ അറിയോ? വ്യവസായവും IT-യും. ഇങ്ങനെ ഈ 2011 ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രകടന പത്രിക പറഞ്ഞ കാര്യം മുഴുവൻ നടത്തിയതാരെന്നറിയോ? ഈ 16 തുടങ്ങിയിട്ട് 26 വരെയുള്ള പിണറായി വിജയൻ സർക്കാരാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പോഴും VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കടലിൽ കൂടി ഒരു കോറിഡോർ എല്ലാ തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട്. ഇത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ കോറിഡോറാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ? വിഴിഞ്ഞം, തിരുവനന്തപുരം, വിഴിഞ്ഞം, എറണാകുളം, കോഴിക്കോട്, അഴീക്കൽ, കാസർഗോഡ് ബന്ധിപ്പിച്ചൊരു വ്യവസായ കോറിഡോർ. ഇതൊക്കെ 2011 ഏർപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ടെന്നേ. ഒന്നും നടപ്പിലാക്കാതെ 5 വർഷം കഴിഞ്ഞിട്ട് കുടിശ്ശികയും കൊടുക്കാതെ ക്ഷേമ പെൻഷനും കൊടുക്കാതെ ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത്.